ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അടുത്തവട്ടം ഭരണത്തിലേറാനുള്ള നീക്കങ്ങൾ ചടുലമാക്കുകയാണ് UDF. സർക്കാർ വിരുദ്ധതയുടെ പ്രതീക്ഷയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പാനന്തരം കോൺഗ്രസും ഘടകകക്ഷികളും. നേതാക്കൾ ഓരോരുത്തരായി അവരവരുടെ വോട്ട് വഴി തേടുന്നുണ്ട്. VD സതീശൻ ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ച് മുനമ്പത്തും സുറിയാനി മെത്രാസിന ദിനത്തിലും നടത്തിയ പ്രസംഗങ്ങൾ സഭയുടെ പിന്തുണയ്ക്കായാണ്. അപ്പുറത്ത് രമേശ് ചെന്നിത്തലയെ സമുദായപുത്രനായി NSS പ്രഖ്യാപിക്കുകയും ചെയ്തു. സമുദായ വോട്ട് ഏത് വഴിക്കും വരട്ടെ എന്ന് നേതൃത്വം കരുതുന്നുണ്ടെങ്കിലും മുമ്പനാരെന്ന തർക്കത്തിൽ ചിലർക്കെങ്കിലും അലോസരമുണ്ട്. ആരെയും പുകഴ്ത്തി മുഖ്യമന്ത്രിയാക്കാനാവില്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞത് വെറും വാക്കല്ല. പങ്കെടുക്കുന്ന പരിപാടി എണ്ണം നോക്കി മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കില്ല എന്ന MM ഹസൻ പറയുന്നത് മുന്നറിയിപ്പാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള പതിവ് പരിപാടിയിലേക്ക് അവസാന ലാപ്പിൽ കടക്കുമ്പോൾ അപ്പുറത്ത് മുന്നണി വിപുലീകരണത്തിലാണ് മുസ്ലിം ലീഗിന്റെ ശ്രദ്ധ. സ്വന്തം സീറ്റ് കൊടുത്തും കേരള കോൺഗ്രസ് എമ്മിനെ മടക്കിയെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ലീഗ്. അടുത്ത തെരഞ്ഞെടുപ്പിലും ജയമില്ലെങ്കിൽ മുന്നോട്ടു പോക്കില്ല എന്ന് ലീഗിനറിയാം. ചോദ്യം ഇതാണ്: പുകഴ്ത്തിൽ മുഖ്യനാകും. ചർച്ചയിൽ ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, രാഷ്ട്രീയ നിരീക്ഷകരായി സണ്ണിക്കുട്ടി എബ്രഹാം, NV ബാലകൃഷ്ണൻ, ഇടത് നിരീക്ഷകനായി M ജയചന്ദ്രൻ എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമിലേക്ക് പോവുകയാണ്. ശ്രീ സണ്ണിക്കുട്ടി, ഇപ്പോൾ പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാകില്ല എന്നൊരു പ്രതികരണം ഇന്ന് കെ മുരളീധരൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. വിവിധ സ്വീകരണങ്ങളിൽ പങ്കെടുക്കുന്ന പരിപാടികളുടെ എണ്ണം നോക്കി മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കില്ല എന്ന് MM ഹസൻ പറഞ്ഞിരിക്കുന്നു. ഇത്രയും ദിവസത്തെ വാർത്ത രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുന്ന സ്വീകരണങ്ങളും രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയുള്ള തിരിച്ച് രമേശ് ചെന്നിത്തലയുടെ പുകഴ്ത്തിയുള്ള പ്രതികരണങ്ങളായിരുന്നു. ഇന്നാകുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും രണ്ട് വ്യത്യസ്ത പ്രതികരണങ്ങളും വരികയാണ്. എന്താണ് താങ്കളുടെ മനസ്സിലാക്കൽ? സ്മൃതി, ഇത് ഒരു വ്യത്യസ്ത പ്രതികരണമെന്ന് കാണാൻ ഞാൻ തയ്യാറാവുന്നില്ല. കാരണം ഇപ്പോൾ UDFിൻ്റെ കൺവീനർ MM ഹസനാണെങ്കിലും UDFിൻ്റെ ഒരു പ്രധാന നേതാവ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ വലിയ പദവികളോ സ്ഥാനങ്ങളോ ഇല്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും ഇപ്പോഴും പാർട്ടി ശ്രദ്ധിക്കുന്ന ഒരു ശബ്ദമാണ് മുരളീധരൻ്റേത് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമുണ്ടാവില്ല. ഇവർ പറഞ്ഞത് യഥാർത്ഥ വസ്തുതയാണ്. നമ്മളിത്, എനിക്ക് തോന്നുന്നു, സ്മൃതിയുമായിട്ട് ഞാനിത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ അവരുടെ പാർട്ടിയിൽ നിന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 1.5 വർഷം അല്ലെങ്കിൽ 1.25 വർഷം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFിനെ നയിക്കുക? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഉള്ളപ്പോൾ പോലും ഇവരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് UDF പ്രചാരണം നടത്താറില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമുക്കറിയാം, ഇത്തവണ ജയിച്ചാൽ കരുണാകരനായിരിക്കും, അല്ലെങ്കിൽ ആന്റണി ആയിരിക്കും, ഉമ്മൻചാണ്ടി ആയിരിക്കും. അതിനപ്പുറത്ത് അവർ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ളൊരു പ്രചാരണ രീതി കോൺഗ്രസിനില്ല. അപ്പോൾ ഇവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുകയാണെങ്കിൽ, കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ, മുഖ്യമന്ത്രിയാകാൻ പറ്റിയ അല്ലെങ്കിൽ അർഹതയുള്ള ധാരാളം ആളുകൾ, ഞാൻ ഈ ധാരാളം എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞതല്ല, പണ്ടത്തെ പോലല്ല, പണ്ട് 1 or 2 അതിനപ്പുറത്തില്ല. ഇന്നിപ്പോൾ കോൺഗ്രസിൽ ഏതാണ്ട് ഒരേ തലത്തിൽ നിൽക്കുന്ന 4 or 5 നേതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനു മുമ്പ് മുമ്പനാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹസനാണെങ്കിലും അല്ലെങ്കിൽ മുരളിയാണെങ്കിലും ഈ പുകഴ്ത്തുന്നതോ അല്ലെങ്കിൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതോ അല്ല കാരണം എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ ഒരിക്കലും ഒരു ചർച്ചയിൽ പറഞ്ഞു, അതായത് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും പ്രസംഗിക്കുന്നതുമാണ് ഒരു ക്രൈറ്റീരിയെങ്കിൽ അല്ലെങ്കിൽ ഒരു യോഗ്യതയെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരാ വരേണ്ടത്? നമ്മുടെ ശശി തരൂറല്ലേ? അദ്ദേഹം എത്ര അന്താരാഷ്ട്ര ചടങ്ങുകളിൽ, സെമിനാറുകളിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നു, കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നു. അതല്ലല്ലോ കാര്യം. ഇവിടെ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇപ്പം ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? ഈ ചടങ്ങുകളിൽ പോകുന്നതിനെയൊന്നും ഞാൻ എതിർക്കുന്നില്ല, നല്ല കാര്യമാണ്. ഓരോ സമുദായങ്ങളെയും ചേർത്ത് നിർത്തുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അവിടെ പ്രസംഗിക്കുന്നത്, അവിടെ നാം കേൾക്കുന്ന മറ്റു പ്രസംഗങ്ങൾ, അതൊക്കെ കോൺഗ്രസിന് ഗുണകരമാണോ എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ രമേശ് NSSൻ്റെ ചടങ്ങിന് പോയി, നല്ല കാര്യമാണ്.
അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടും നല്ലതാണ്. കാരണം കുറേ വർഷങ്ങളായിട്ട് അകന്നു നിന്നിരുന്ന NSS നേതൃത്വവുമായി അടുക്കുന്നു. അദ്ദേഹത്തിന് നല്ല ഒരു മാറ്റം തന്നെയാണ്. പക്ഷേ അവിടെ അദ്ദേഹം പറയുന്നത് എന്താ, ഞാൻ NSSലൂടെ വളർന്നു വന്ന ആളാണ്, എനിക്ക് പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ തന്നത് NSS കോളേജിലാണ്. അങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം നമ്മുടെ സുകുമാരൻ നായർ അദ്ദേഹം എന്താ പറയുന്നത്, രമേശ് ചെന്നിത്തല NSSന്റെ പുത്രനാണ്, കുഴപ്പമൊന്നുമില്ല, NSSന്റെ പുത്രനാണെന്ന് പറയുന്നതിലൊന്നും പ്രശ്നമില്ല, ഒരു അംഗീകാരമാണ്, അതൊരു തരത്തിലുള്ള ഒരു അംഗീകരിക്കലാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇതിന് തൊട്ട് മുമ്പ് രമേശ് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തിയ നമ്മുടെ വെള്ളാപ്പള്ളി എന്താ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് NSSന്റെ പുത്രനാണ് രമേശ് ചെന്നിത്തലയെങ്കിൽ രമേശ് ചെന്നിത്തല ആരുടെ കാര്യം, അച്ഛൻ്റെ കാര്യമല്ലേ എന്ന് നോക്കുക, അല്ലെ പിതാവിൻ്റെ കാര്യമല്ലേ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് രമേശ് ചെന്നിത്തലയെ അംഗീകരിക്കാൻ പറ്റുക എന്ന് അടുത്ത നിമിഷത്തിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ ആ രീതിയിലേക്ക് പോവുകയല്ല വേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടെ സ്മൃതി അങ്ങ് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഇത്തരം ഈ ചർച്ചകളിൽ പങ്കെടുത്തതുകൊണ്ടും ഞാൻ മറ്റു ചിലയിടങ്ങളിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞതുകൊണ്ടും ഞാനെന്തോ രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയായി വരുന്നതിനോടോ അല്ലെങ്കിൽ UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നതിനോട് എനിക്കെന്തോ അഭിപ്രായ വ്യത്യാസമോ എതിർപ്പോ ശത്രുതയോ, രമേശിനോട് എനിക്കെന്തോ ശത്രുതയോ ഉണ്ട് എന്നുള്ള രീതിയിൽ ധാരാളം പേര് എന്നെ വിളിക്കുന്നുണ്ട്. രമേശുമായിട്ട് താല്പര്യമുള്ള, അദ്ദേഹത്തോട് ഇഷ്ടമുള്ള ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്. എനിക്കങ്ങനെ യാതൊരു ചിന്തയുമില്ല. രമേശ് വന്നാൽ രമേശ്, ആര് വന്നാലും എനിക്കൊന്നുമില്ല. UDF അധികാരത്തിൽ വന്നാൽ യോഗ്യതയുള്ള ധാരാളം പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവരിൽ ആര് മുഖ്യമന്ത്രിയാകുന്നതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇതിനെ, അതായത് NSSൻ്റെ യോഗത്തിന് പോകുന്നു, ശിവഗിരിയുമായി ബന്ധപ്പെട്ട യോഗത്തിന് പോകുന്നു, ജാമിയ അസൂരിയ അങ്ങനെ ലീഗുമായി സമസ്തയുമായി ബന്ധമുള്ള യോഗത്തിന് പോകുന്നു, അവിടെയൊക്കെ ഒരു വലിയ സ്വീകാര്യത കിട്ടുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ ആ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളൊരു ടിക്കറ്റ് എന്ന് വരുന്നതിനെ മാത്രമേ ഞാൻ എതിർക്കുന്നുള്ളൂ. എതിർക്കാനേ, എനിക്ക് എതിർക്കാനുള്ളൊരു ശേഷിയൊന്നുമില്ല. ഞാനൊരു അഭിപ്രായം പറയുക. അങ്ങനെ പ്രതീതി സൃഷ്ടിക്കുന്നത് ആരാണെന്ന ചോദ്യം കൂടിയുണ്ടല്ലോ ശ്രീ സണ്ണിക്കുട്ടി. ഇതിപ്പോൾ ഇവിടെ മാധ്യമങ്ങളാണ് രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന പരിപാടികളിലേക്ക് മാധ്യമങ്ങൾ പിന്നാലെ പായുന്നു എന്ന മട്ടിലൊരു വ്യാഖ്യാനമുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഇതാ പങ്കെടുക്കാൻ പോകുന്നു, ഇതാ പിന്തുണ നേടാൻ പോകുന്നു എന്ന രീതിയിൽ കോൺഗ്രസ് ക്യാമ്പിനകത്തു നിന്ന് തന്നെ അത്തരം പ്രതികരണങ്ങൾ വരുന്ന ഘട്ടത്തിലാണ് മാധ്യമങ്ങളും ആ നിലയ്ക്ക് തിരിയുന്നത്. ഇതിനു മുമ്പ് തന്നെ VD സതീശൻ ഒരുപാട് ക്രൈസ്തവ സഭാ പരിപാടികളിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊന്നും അത് ആ രൂപത്തിൽ വാർത്തയായിട്ടില്ല. അത് ഒരു തരത്തിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു വശത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി NSSൻ്റെ പിന്തുണയും നേടിയെടുക്കുന്നതിൽ ചെന്നിത്തലയ്ക്ക് കഴിയുന്നെങ്കിൽ അത് നല്ല കാര്യം തന്നെ. പക്ഷേ ഒരു സ്ഥലത്തേക്ക് മാത്രം മാധ്യമ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്, അത് മാധ്യമങ്ങളുടെ കുഴപ്പം എന്ന രീതിയിൽ ഇന്ന് കെ മുരളീധരനും പ്രതികരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അതാണോ? അത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ വരുന്നതല്ലേ? സ്മൃതി, ഇത്തരം വിഷയങ്ങളിൽ ഞാൻ എപ്പോഴും മാധ്യമങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. കാരണം എനിക്കറിയാം എങ്ങനെയാണ് ഒരു പത്രമാധ്യമമാണെങ്കിലും അല്ലെങ്കിൽ ഒരു വിഷ്വൽ മീഡിയ ആണെങ്കിലും എങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ളത് എനിക്കറിയാം. അതായത് ഒരു മാധ്യമം ഒരു വാർത്തയുമായി മുന്നോട്ട് വന്നാൽ മറ്റുള്ളവർക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഏറ്റെടുക്കുക, അതിൻ്റെ പിന്നാലെ പോവുക എന്നതിനപ്പുറത്ത് മറ്റൊരു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ സ്മൃതി പറഞ്ഞ ഒരു കാര്യം ശരിയാ, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, ഇതാ NSS ക്ഷണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർ ക്ഷണിച്ചിരിക്കുന്നു, ജാമിയ സൂര്യ ക്ഷണിച്ചിരിക്കുന്നു, ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് വാസ്തവത്തിൽ അവിടുത്തെ തൽപര കക്ഷികളാണ്. ഇപ്പോൾ രമേശിൻ്റെ കാര്യത്തിലാണെങ്കിൽ രമേശിനോട് താല്പര്യമുള്ളത്, അല്ലെങ്കിൽ സതീശൻ്റെ കാര്യത്തിലാണെങ്കിൽ സതീശൻ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ രമേശിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കും തെറ്റുപറ്റിയെന്നല്ലേ പറയുന്നത്, മാധ്യമങ്ങളും പരിധി വിട്ടു പോയില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. ശരി, നമ്മുടെ ചാനലിൽ, ഈ റിപ്പോർട്ടർ ചാനലിൽ കഴിഞ്ഞ ഒരു വാക്ക്, കഴിഞ്ഞ ഒരു ദിവസത്തെ ഒരു ചർച്ചയിൽ ഞാൻ കേൾക്കുന്നത് ഇതുപോലൊരു അഭിപ്രായ പ്രകടനങ്ങൾ പലരും പങ്കുവയ്ക്കുമ്പോൾ ഒരാൾ പറയുന്നത് രമേശ് ഓക്കെയാണ്, പക്ഷേ രമേശ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുഴുവൻ രമേശിനൊപ്പമാണ്, എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ബഹുഭൂരിപക്ഷവും രമേശിനൊപ്പമാണെന്ന് പറയുന്നത് കേട്ടു. കാരണം ഇത് ഞാൻ വളരെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു കാര്യമാണ്. ആളുകൾ എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്ന് സ്മൃതിക്കും അറിയാം, എനിക്കും അറിയാം. അവരാരും ഒരു ഗ്രൂപ്പിൻ്റെ ഒന്നും കൂടെ അല്ല, അവരൊരു പ്രത്യേക സംവിധാനമായിട്ട് നിൽക്കുകയാണ്. അവരൊരു അത്യാവശ്യ ഘട്ടത്തിൽ എവിടെ നിൽക്കും എന്നെനിക്ക് അറിയാം. പക്ഷേ അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിനുള്ള മറുപടി അവസാനിപ്പിക്കാം. സ്മൃതി, നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഈ സാമുദായിക സംഘടനകളുടെ യോഗത്തിൽ പങ്കെടുത്ത് സ്വാധീനം വർദ്ധിക്കുന്നതിനപ്പുറത്ത് എങ്ങനെ UDF-നെ അടുത്ത തവണ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? അതിനെന്താ വേണ്ടത്? വേണമെങ്കിൽ UDF-ന്റെ അടിത്തറ വികസിപ്പിക്കണം. ഇപ്പോൾ കേരള കോൺഗ്രസ് തിരിച്ചു വരുന്നതിനെ പറ്റി ആലോചന നടക്കുന്നു, അല്ലെങ്കിൽ RJD-യെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ആലോചന നടക്കുന്നു. ശരി, ശ്രീ NV ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ K മുരളീധരനും ഹസനും നടത്തിയ പ്രതികരണങ്ങൾ താങ്കളും കണ്ടിരിക്കും. ഒരു വശത്ത് ലീഗ് തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്തകൾക്കിടെയാണ് നേതാക്കൾ ഒരു മത്സര സ്വഭാവത്തിൽ സ്വാധീനം ചെലുത്താനുള്ള ശ്രമം നടത്തുന്നത്. മുന്നണിക്കാകെയുള്ള നേട്ടമായിട്ട് വരും എന്നൊക്കെ പൊതുവിൽ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നിപ്പോൾ K മുരളീധരന്റെ പ്രതികരണം തെളിയിക്കുകയാണ്. ഇതൊരു മത്സരമായി മാറുകയാണോ? ഈ മത്സരത്തിൽ അവസാനം തിരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും ഇവർ വ്യതിചലിക്കുമോ? സ്മൃതി, നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു 18-19 മാസത്തിനപ്പുറം നടക്കാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ആ ചർച്ചകൾ ഇന്ന് ഈ നിലയിൽ നമ്മുടെ നാട്ടിൽ ചൂടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിന് ചില മാനങ്ങളുണ്ട് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുമെന്ന് ഏറെക്കുറെ നിശ്ചയിക്കപ്പെട്ടത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ കോൺഗ്രസിനകത്തോ UDF-നകത്തോ ശക്തിപ്പെട്ടിരുന്നുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അത് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം സംശയമില്ല. മൊത്തത്തിലൊരു ട്രെൻഡ് UDF-ന് അനുകൂലമായി സംജാതമായിട്ടുണ്ട്. നാട്ടിലാകെ അത്തരം ഒരു ട്രെൻഡാണ്. മൂന്നാമതൊരു ഇതിലേക്ക് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരാൻ സാധ്യതകളില്ല എന്നേറെക്കുറെ ഒരു ജനത നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം നമുക്ക് കണക്കാക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവം എടുത്ത് പരിശോധിച്ചാൽ ഇതൊക്കെ നേതൃതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ചർച്ചകൾക്കപ്പുറത്തോട്ട് താഴെ തട്ടിൽ അതിന് വലിയ തോതിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിലെ സാധാരണ അണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ളത് കോൺഗ്രസിൻ്റെ ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ടായി വരും. ഇനിയും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സഹിക്കുക സാധ്യമല്ല. അവർക്ക് വീണ്ടും ഒരു അവസരം ഉണ്ടാകുന്ന രൂപത്തിലേക്ക് നേതാക്കന്മാർ പെരുമാറാൻ പാടില്ല. അതുകൊണ്ട് ഒരു 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 ഭരണമാറ്റം കേരളത്തിൽ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിലയിലാണ് നമ്മുടെ നാട്ടിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാർ ചിന്തിക്കുന്നത് എന്നാണ് അവരുമായി സംസാരിക്കുമ്പോഴും അവരുടെ ഇടയിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം. അപ്പം അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഇതിപ്പോൾ മേലെ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച എന്നതിനപ്പുറത്തോട്ട് കോൺഗ്രസിനകത്ത് ഗ്രാസ് റൂട്ടിൽ താഴെ തലത്തിൽ എന്തെങ്കിലും ചലനം ഇതൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനെ നമ്മൾ വളരെ നെഗറ്റീവായിട്ടൊന്നും കാണേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്വഭാവം വെച്ച് അതിങ്ങനെയൊക്കെയാണ്, എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിനകത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ എല്ലാ കാലത്തും ഉയർന്നു വരാറുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, നേതാക്കന്മാർക്കിടയിൽ ഐക്യമില്ല എന്നുള്ള തോന്നൽ ഇത് കോൺഗ്രസിനകത്ത് ആദ്യമായിട്ട് ഉണ്ടാകുന്നതാണ് എന്ന് സ്മൃതി കരുതുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. നേരത്തെ ഇവിടെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി പരസ്പരം പോസ്റ്റർ ഒട്ടിക്കലും ചളിവാരി എറിയലും ഒരു തരത്തിൽ ഞാൻ അന്ന് CPM-ന്റെ പ്രവർത്തകനാണ്. ഞാനന്ന് കരുതിയത് കോൺഗ്രസ് പറയുന്ന സാധനം എടുക്കാനും തൊടാനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നാട്ടിൽ എത്തിച്ചേരുന്ന രൂപത്തിലുള്ള വെല്ലുവിളികളും പ്രശ്നങ്ങളുമാണ് നടന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടത് അതായിരുന്നില്ല. അപ്പം ഞാൻ പറയുന്ന ഒരു പ്രശ്നം വെച്ചാൽ കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങളൊക്കെ പതിവാണ്. ചെയ്യില്ല എന്നുള്ള അർത്ഥത്തിലൊന്നുമില്ല. പക്ഷേ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.